ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ ഒരു പ്ലാനിങ്ങിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ആണ്. അത് മധുരം ഇടാണ്ട് കഴിക്കുക എന്നുള്ളത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ തലേന്ന് രാത്രി തന്നെ കുറച്ച് ഈത്തപ്പഴം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് കുരെല്ലാം കളഞ്ഞിട്ട് കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വെയിറ്റൊക്കെ കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ രാവിലെയും രാത്രിയും ഓട്സ് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കുറഞ്ഞ കാലോറീസേ ഉള്ളൂ, പിന്നെ പെട്ടെന്ന് തന്നെ വയറ് ഫില്ലാവുകയും ചെയ്യും കേട്ടോ. ഓട്സ് കഴിക്കുന്നതോടുകൂടി തന്നെ നമ്മൾ ഓട്സ് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഈത്തപ്പഴം ചേർക്കുക. അത് അടിച്ചിട്ട് ജ്യൂസാക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നതെന്നുള്ളൂ കേട്ടോ. നേരത്തെ കുതിർത്ത് വെച്ചുകൊണ്ടതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് ജിമ്മിലേക്ക് പോകാൻ. നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നില്ല, കുറച്ച് മാത്രമേ കഴിക്കുന്നുള്ളൂ. കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് നല്ലപോലെ ഫില്ലാവും, പെട്ടെന്നൊന്നും വിശക്കൂല കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്സ് എല്ലാം കഴിച്ചതിന് ശേഷം ജിമ്മിലേക്ക് പോവുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ടൗണിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് മിഠായിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലായിടത്തും നമ്മളെ പതാകയെല്ലാം തൂക്കിയിട്ടുണ്ടായിരുന്നു. ജിമ്മിലും പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മറന്നു കേട്ടോ. ഏതെങ്കിലും ഗ്രീനോ അല്ലെങ്കിൽ വൈറ്റോ ഓറഞ്ചോ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് വരണമെന്നതിന് പറഞ്ഞത്. പക്ഷെ രാവിലത്തെ തിരക്കിനിടയിൽ എല്ലാം മറന്നുപോയി. ലഡു ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എന്തിനാ ഓട്സ് കഴിച്ച് വന്നേ നിങ്ങൾ വിചാരിക്കേണ്ട. പിന്നെ കുറച്ചിങ്ങനെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ, ബൈ.